KPCC പുനഃസംഘടനയിൽ പരോക്ഷ പരിഹാസവുമായി കെ സുധാകരൻ. ഇത്രയും തൃപ്തി മുൻപുണ്ടായിട്ടില്ലെന്നാണ് പ്രതികരിച്ചത് അദ്ദേഹം. ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പുനഃസംഘടനയിൽ തൃപ്തനാണെന്നും സുധാകരൻ മറുപടി നൽകി. കേൾക്കാം. ഒന്നും അനുകരിക്കുന്നു കിട്ടൂല. നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അർജുൻ കല്യാടി ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, സുധാകരൻ പറഞ്ഞത് ഒന്നും കിട്ടില്ല എന്നാണ്, പക്ഷെ കിട്ടി. അവസാനം അദ്ദേഹം പറഞ്ഞത് ഇത്രത്തോളം തൃപ്തി മുൻപൊന്നും തോന്നിയിട്ടില്ല എന്നാണ്. എന്താണ് സംഭവിക്കുന്നത് അർജുൻ? റോഷി, സുധാകരൻ പറഞ്ഞ പ്രതികരണത്തിൽ 3 വാക്കുകൾ. അതായത് ആദ്യം പറഞ്ഞു തൃപ്തനാണ്, പിന്നീട് പറഞ്ഞു സംതൃപ്തനാണ്, പിന്നീട് പറഞ്ഞു ഇത്രയും തൃപ്തി എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് സുധാകരൻ്റെ പ്രതികരണം. ആ 3 തൃപ്തിയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. സുധാകരന് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അതൃപ്തി ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായി കാരണം സുധാകരൻ 11 പേരെ ഈ KPCC പുനഃസംഘടനയുടെ ഭാഗമായി ഭാരവാഹികളായി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിൽ ചിലരെ ഉൾപ്പെടുത്തി, ചിലരെ ഉൾപ്പെടുത്തിയില്ല. അതിലുള്ള നേതൃത്വത്തോടുള്ള അസംതൃപ്തി കെ സുധാകരനുണ്ട്. അതിന് പുറമെ ചില നേതാക്കളെ, അതായത് ഈ പുനഃസംഘടനയുടെ ഭാഗമായി ചിലരെ കെ സുധാകരൻ നൽകിയിട്ടുള്ള പട്ടികയിൽ, ആ പട്ടികയിൽ നിന്നും ചിലരെ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം VD സതീശനും കെ മുരളീധരനും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ദേശീയ നേതൃത്വം അവരെ അടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ പ്രധാനമായും ജോസ് വെള്ളൂരിനെ പോലുള്ള നേതാക്കളെ സുധാകരനാണ് മുന്നോട്ട് വെച്ചത്. VD സതീശനും അതുപോലെ തന്നെ കെ മുരളീധരനും ഒക്കെ ജോസ് വെള്ളൂരിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. പക്ഷേ ജോസ് വെള്ളൂർ എന്തായാലും KPCC ഭാരവാഹിയായി, ജനറൽ സെക്രട്ടറിയായി ഉൾപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാസവും അതുപോലെ തന്നെ അസംതൃപ്തിയും ഒക്കെയാണ് സുധാകരൻ്റെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തൃപ്തനാണ്, സംതൃപ്തനാണ്. ഇതിനു മുൻപ് ഇത്രയും തൃപ്തി തനിക്കുണ്ടായിട്ടില്ല. അതായത് താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും ഇത്രയും തൃപ്തി തനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുധാകരൻ്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസംതൃപ്തി, ചില കാര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യമാവുന്നത്. റോഷ്നി, ഓക്കെ, അസംതൃപ്തി പുകയുമ്പോഴും തൃപ്തനാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ KPCC പ്രസിഡന്റ്.